എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 11ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. ലിബ്ര ഓഫീസ് കാൽക്കിലെ പ്രധാനപ്പെട്ട ഫങ്ഷനുകളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതിൽ 7ാമത്തെ കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ്. The financial functions help in financial calculations like calculation of accrued interest, periodic loan payment, present value of an investment, etc. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും അക്രൂഡ് ഇൻട്രസ്റ്റ്, പീരിയോഡിക്കായിട്ട് നൽകേണ്ട ലോൺ പേയ്മെൻറ്റ് എമൗണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രസൻറ്റ് വാല്യൂ തുടങ്ങിയ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ഫങ്ഷനുകൾ ഉപയോഗിച്ച് വരുന്നത്. പ്രധാനമായിട്ടും 7 ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അക്രൻറ്റ്, റേറ്റ്, കമ്മിറ്റ്, PV, FV, PMT and also NPV. These all are the major financial functions widely used for financial calculations in LibreOffice Calc. ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 4 ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് അക്രൻറ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫങ്ഷൻ നോക്കാം. അക്യുമുലേറ്ററി ഇൻട്രസ്റ്റ്, അതിൻ്റെ ചുരുക്കപ്പേരാണ് അക്രൻറ്റ്. അക്യുമുലേറ്ററി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഫങ്ഷനാണ് അക്രൻറ്റ്. ദിസ് ഫങ്ഷൻ കാൽക്കുലേറ്റ്സ് ദ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സം ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ക്യാരീസ് എ പീരിയോഡിക് ഇൻട്രസ്റ്റ്. ഒരു നിശ്ചിത നിരക്കിലുള്ള പലിശ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ അക്രൂഡായിട്ടുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്രൻറ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഡിബഞ്ചർ പോലെയുള്ള സെക്യൂരിറ്റികൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ അക്യുമുലേറ്ററി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അക്രൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു അക്രൻറ്റ് ബ്രാക്കറ്റിൽ ഇഷ്യൂ, ഫസ്റ്റ് ഇൻട്രസ്റ്റ്, സെറ്റിൽമെൻറ്റ്, റേറ്റ്, പാർ, ഫ്രീക്വൻസി, ബേസിസ്. ഇത്രയും പാരാമീറ്റേഴ്സാണ് അക്രൻറ്റ് ഫങ്ഷനുള്ളത്. 7 പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. ഇഷ്യൂ മീൻസ് ദ ഇഷ്യൂ ഡേറ്റ് ഓഫ് ദ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാണോ ആ ഡേറ്റാണ് ഇഷ്യൂ എന്നുള്ള പാരാമീറ്റർ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫസ്റ്റ് ഇൻട്രസ്റ്റ് മീൻസ് ദ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് ഓഫ് ദ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്നാണ് ഡ്യൂ ആകുന്നത്, അതാണ് ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്നിവിടെ നൽകേണ്ടത്. ദെൻ മൂന്നാമതായി സെറ്റിൽമെൻറ്റ് മീൻസ് ദ ഡേറ്റ് ഓൺ വിച്ച് സെക്യൂരിറ്റി ഈസ് ട്രേഡഡ്. ആ സെക്യൂരിറ്റി കൈമാറിയ ഡേറ്റാണ് സെറ്റിൽമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ദ ഡേറ്റ് ഓൺ വിച്ച് ദ സെക്യൂരിറ്റി ഈസ് ട്രേഡഡ്. ഡിബഞ്ചർ പോലെയുള്ള ആ സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്ത ഡേറ്റാണ് നമ്മൾ നൽകേണ്ടത് സെറ്റിൽമെൻറ്റിൽ. ദെൻ റേറ്റിൽ ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റി. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, ആ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിന്ന് ലഭിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ദ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ സെക്യൂരിറ്റി ആണ് റേറ്റിൽ നമ്മൾ നൽകേണ്ടത്. ആൻഡ് ഹിയർ പാർ മീൻസ് ദ പാർ വാല്യൂ ഓർ ഫേസ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂ എത്രയാണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാർ വാല്യൂ. ഇപ്പോൾ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഡിബഞ്ചർ ആണെങ്കിൽ 1000 ഡിബഞ്ചേഴ്സ് നമുക്കുണ്ടെങ്കിൽ 100 × 1000. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ പാർ വാല്യൂ ആണ് ഇവിടെ പാർ എന്ന് ഉദ്ദേശിക്കുന്നത്.
ആൻഡ് ഫ്രീക്വൻസി ഇയർ മീൻസ് ദ നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് പെർ ഇയർ. ഒരു വർഷം എത്ര തവണകളായിട്ടാണ് ആ സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പലിശ നൽകുന്നത്. അതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലിശ എത്ര പ്രാവശ്യമായിട്ടാണ് നൽകുന്നത്. ചില അവസരങ്ങൾ നമുക്കറിയാം വർഷത്തിൽ ഒരിക്കലായിരിക്കും പലിശ നൽകുന്നത്, അവിടെ 1 ആണ് ഫ്രീക്വൻസി. എന്നാൽ ഒരു 6 മാസം കൂടുമ്പോഴും ഹാഫ് ഇയർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസി 2 ആയിരിക്കും. ഓരോ 3 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസി 4 ആണ്. അതുപോലെ എല്ലാ മാസവും മന്ത്ലി പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസി 12 ആയിരിക്കും. അപ്പോൾ എത്ര തവണകളായിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് നൽകുന്നത് എന്നതാണ് ഫ്രീക്വൻസി സൂചിപ്പിക്കുന്നത്. ആൻഡ് ഹിയർ ദ ബേസിസ് മീൻസ് ദ ടൈപ്പ് ഓഫ് ഡേ കൗണ്ട്. ഒരു മാസം എത്ര ദിവസം എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. ആ ഡേ കൗണ്ടാണ് അവിടെ ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. അതായത് നിർബന്ധമായിട്ടും നൽകേണ്ട ഒരു ഫീൽഡല്ല. ഈ ഫീൽഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാരാമീറ്റർ നമുക്ക് സിൻടാക്സിൽ നിന്ന് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ടൈപ്പ് ഓഫ് ഡേ കൗണ്ടാണ്. ഇറ്റ് ഈസ് ഓപ്ഷണൽ ആൻഡ് ഈസ് കൗണ്ടഡ് ആസ് 0. അപ്പോൾ നമ്മൾ നൽകുന്നില്ല എങ്കിൽ അവിടെ 0 എന്നുള്ള വാല്യൂ ഓട്ടോമാറ്റിക്കലായിട്ട് സ്വീകരിക്കുന്നതാണ്. അവിടെ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ 12 മാസവും 30 ദിവസമാണെന്ന് ആണ് അവിടെ പരിഗണിക്കുന്നത്. എന്നാൽ ആക്ച്വലി ഉള്ള ഡേ കൗണ്ടാണ് വേണ്ടതെങ്കിൽ അവിടെ 1 ആണ് കൊടുക്കേണ്ടത്. അതാത് മാസത്തിനുള്ള 31 ആണോ 30 ആണോ 29 ആണോ 28 ആണോ ആ രീതിയിൽ ആക്ച്വലായിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് ആണ് പരിഗണിക്കേണ്ടതെങ്കിൽ അവിടെ 1 ആണ് ബേസിസ് ആയിട്ട് എടുക്കേണ്ടത്. ഈ രീതിയിൽ മന്തിൻ്റെ ഡേ കൗണ്ടാണ് ബേസിസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും 7 പാരാമീറ്റേഴ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അക്രിൻറ്റ് എന്നുള്ള ആ ഫങ്ഷൻ അവിടെ അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അക്രിൻറ്റ് ഫങ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു എക്സാമ്പിൾ. വൺ ഹോൾഡിംഗ് 1010% ഡിബഞ്ചേഴ്സ് ഓർ ₹100 ഈച്ച്. ഒരാളുടെ കൈവശം 10% ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചറുകൾ, 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 ഡിബഞ്ചറുകൾ ഒരാളുടെ കൈവശമുണ്ട്. അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 1/4/2019 ആണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ എവറി ഹാഫ് ഇയർ. ഓരോ 6 മാസം കൂടുമ്പോഴും സാധാരണ ഇതിൽ നമുക്കറിയാം ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് ഇൻട്രസ്റ്റ് വേർ ഡ്യൂ ഓൺ 30/9/2019. അപ്പോൾ അവിടെ 30/9/2019 ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത്. ഹി സോൾഡ് ദീസ് ഡിബഞ്ചേഴ്സ് ഓൺ 1/7/2019. ഈ 10% ഡിബഞ്ചേഴ്സ് അയാൾ വിൽക്കുന്നു. 1/7/2019 വിൽക്കുന്നത്. അവിടെ ആ ഡിബഞ്ചറിൽ ഇനി കിട്ടാനുള്ള അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് അക്രിൻറ്റ് ഫംഗ്ഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നൽകേണ്ട പാരാമീറ്റേഴ്സ് നമുക്കറിയാം. ആദ്യമേ ഇഷ്യൂ ആണ്. ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2019 അത് വേണമെങ്കിൽ B1 എന്ന് പറയുന്ന സെല്ലിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഫസ്റ്റ് ഇൻട്രസ്റ്റ്, ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് 30/9/2019 അത് B2 നൽകാവുന്നതാണ്. ഇനി സെറ്റിൽമെൻറ്റ് ഡേറ്റ്, അതായത് ട്രാൻസാക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2019 അത് B3 നൽകാവുന്നതാണ്. ദെൻ ഇവിടെ റേറ്റ് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഡിബഞ്ചറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 10% എന്ന്, അത് B4 നമുക്ക് നൽകാം. അതുപോലെ പാർ എന്ന് പറയുന്നത് ഇവിടെ 1000 ഡിബഞ്ചർ 100 രൂപ വെച്ചിട്ടാണ്, അതായത് 1,00,000 രൂപയാണ് അവിടെ പാർ എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്, അതുകൊണ്ട് ഫ്രീക്വൻസി 2 ആണ്. ദെൻ ബേസിസ് ഇവിടെ 0 എന്ന് നൽകാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഓട്ടോമാറ്റിക്കലി 0 അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ബേസിസ് ഇവിടെ 0 ആയിട്ട് പരിഗണിക്കുന്നു, അത് B7 നൽകുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ 2 തരത്തിൽ നമുക്ക് അക്രിൻറ്റ് എന്നുള്ള ആ ഫങ്ഷൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും. ഒന്നുകിൽ ആ വാല്യൂസ് നേരിട്ട് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഉദാഹരണമായിട്ട് ഈക്വൽ ടു അക്രിൻറ്റ് ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ ആദ്യം ഇഷ്യൂ ഡേറ്റ് കൊടുത്തു, കോമ കൊട്ടേഷനിൽ പിന്നീട് ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് കൊടുത്തു, അതിനുശേഷം സെറ്റിൽമെൻറ്റ് ഡേറ്റ് കൊടുത്തു കൊട്ടേഷനിൽ. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്തായിട്ട് കോമയിട്ട് നൽകി. ദെൻ അതിൻ്റെ പാർ വാല്യൂ നൽകി.
ദെൻ ഫ്രീക്വൻസിയും ദെൻ ബേസിസും നൽകി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്രൂഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഡിബഞ്ചറിന് അക്രൂ ചെയ്തിട്ടുള്ള, ഇത് വിൽക്കുന്ന സമയത്ത് അക്രൂ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 2500 നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അതിന് പകരമായിട്ട് നമ്മൾ സെൽ റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അതായത് ബന്ധപ്പെട്ട സെല്ലുകളിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം ഉദാഹരണമായിട്ട് ഇഷ്യൂ B1-ലും ഫസ്റ്റ് ഇൻട്രസ്റ്റ് B2-ലും സെറ്റിൽമെൻറ്റ് B3-ലും റേറ്റ് B4-ലും പാർ B5-ലും ഫ്രീക്വൻസി B6-ലും ബേസിസ് B7-ലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക്ഷീറ്റിൽ നമുക്ക് അക്രിൻ്റ് ഉപയോഗിച്ച് അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സെൽ റെഫറൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. അവിടെ സെൽ റെഫറൻസ് ആകുമ്പോൾ ഈക്വൽ ടു അക്രിൻ്റ് ബ്രാക്കറ്റിൽ B1, B2, B3, B4, B5, B6, B7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ ഇതേ റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നേരിട്ട് വാല്യൂസ് എൻ്റർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പകരമായിട്ട് നമ്മുടെ വർക്ക്ഷീറ്റിൽ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട സെൽ റെഫറൻസ് കൊടുത്തുകൊണ്ടും നമുക്ക് അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ നമ്മളൊരു സെക്യൂരിറ്റി വിൽക്കുമ്പോൾ അതിന് അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അക്രീൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് റേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ രണ്ടാമത്തതാണ് റേറ്റ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എ ലോൺ. ഒരു ലോണിൻ്റെ അല്ലെങ്കിൽ ഒരു നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റേറ്റ് ഉപയോഗിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിൻടാക്സ് പരിചയപ്പെടുക. ഈക്വൽ ടു റേറ്റ്, ഇവിടെ പാരാമീറ്റേഴ്സ് NPR, PMT, FV, PV, FV, ടൈപ്പ് ഗസ്. ഇവിടെ 6 പാരാമീറ്റേഴ്സാണുള്ളത്. റേറ്റ് ഫംഗ്ഷൻ്റെ 6 പാരാമീറ്റേഴ്സ് ആ ക്രമത്തിൽ ഓർത്തിരിക്കുക. NPR, PMT, PV, FV, ടൈപ്പ് ഗസ് എന്നിവയാണ്. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Rate here, first one is NPR. So, first parameter is NPR, means we know the total number of payment periods. എത്ര തവണകളായിട്ടാണ് ആ ലോൺ തിരിച്ചടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തവണകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ മാസങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് എത്ര തവണ എന്നുള്ളത് വർഷങ്ങളാവാം. അപ്പോൾ NPR മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ അവിടെ റേറ്റ് മന്ത്ലി ആണോ ഇയർലി ആണോ എന്ന് നോക്കിയിട്ട് വേണം NPR മാസത്തിൽ വേണോ വർഷത്തിൽ വേണോ പ്രതിപാദിക്കാൻ എന്ന് നിശ്ചയിക്കാൻ. അതായത് വാർഷിക പലിശയാണെങ്കിൽ അവിടെ NPR ഇയേഴ്സ് ആയിട്ട് പറയണം. എന്നാൽ മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ NPR മാസങ്ങളായിട്ട് വേണം പറയാൻ. PMT എന്ന് പറയുന്നത് പീരിയോഡിക് പേയ്മെൻ്റ് ആണ്. ആ ലോണിന് വേണ്ടി എത്ര തുക മാസം അടയ്ക്കണം, അല്ലെങ്കിൽ ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ ഒരു വർഷം അടയ്ക്കേണ്ട തുക എത്രയാണ്. അപ്പോൾ പീരിയോഡിക് പേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് PMT. ദെൻ അവിടെ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ ചേരുന്നതാണ് PMT, അല്ലെങ്കിൽ നമ്മളതിനെ EMI, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു ലോൺ എടുത്താൽ ഒരു മാസം എത്ര തിരിച്ചടവ് നടത്തണം, അതിൽ മുതലും പലിശയും കൂടെ ചേർന്നിട്ട് എത്ര തുകയാണ് അടയ്ക്കേണ്ടത്, അതാണ് ഇവിടെ PMT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ PV എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുന്ന തുകയാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന തുകയാണ് പ്രസൻറ്റ് വാല്യൂ. ദെൻ FV എന്ന് പറയുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ്. അതായത് സാധാരണ ഇതിൽ നമുക്കറിയാം ലോൺ തുക മുഴുവനും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡിൻ്റെ എൻഡിൽ എത്ര ബാലൻസ് തുക ലോണിലുണ്ടാവും,
അപ്പോൾ അത്തരത്തിൽ എഫ് ഇ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ലോൺ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കഴിയുമ്പോൾ 0 ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ഓപ്ഷണലായിട്ടുള്ള പാരാമീറ്ററാണ്. എഫ് ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് 0 ആയിക്കോളും. അല്ലെങ്കിൽ അതിനൊരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് അവിടെ എഫ് ഇ ആയിട്ട് ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. ദെൻ അടുത്തായിട്ട് ടൈപ്പാണ്. ടൈപ്പ് മീൻസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ പീരിയോഡിക് പേയ്മെൻറ്റ്. എപ്പോഴാണ് ലോണ് തിരിച്ചടവ് നടത്തേണ്ടത്? ആ പീരീഡിൻ്റെ എൻഡിലാണോ പീരീഡിൻ്റെ ബിഗിനിങ്ങിലാണോ? അവിടെ ബിഗിനിങ്ങിലാണെങ്കിൽ ഒരു പീരീഡിൻ്റെ, അതായത് മാസം ആദ്യത്തിലാണ് ലോൺ തിരിച്ചടവ് നടത്തണമെങ്കിൽ അവിടെ 1 ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ മാസത്തിൻ്റെ എൻഡിലാണെങ്കിൽ, ആ പീരീഡിൻ്റെ എൻഡിലാണെങ്കിൽ, ആ വർഷത്തിൻ്റെ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ എൻഡിലാണ് ലോൺ അടവ് നടത്തേണ്ടതെങ്കിൽ അവിടെ ടൈപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇതും ഓപ്ഷണലാണ്. അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ മന്ത് എൻഡിൽ പേയ്മെൻറ്റ് നടക്കുന്നു എന്ന് അസ്യൂം ചെയ്തോളും. അവിടെ 0 ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ പീരീഡിൻ്റെ എൻഡിലാണോ പീരീഡിൻ്റെ ബിഗിനിങ്ങിലാണോ പേയ്മെൻറ്റ് നടത്തുന്നത്. പീരീഡിൻ്റെ ബിഗിനിങ്ങിലാണെങ്കിൽ 1 എന്നാണ് കൊടുക്കേണ്ടത് ടൈപ്പ്. എന്നാൽ പീരീഡിൻ്റെ എൻഡിലാണ് പേയ്മെൻറ്റെങ്കിൽ അവിടെ 0 ആണ് ടൈപ്പായിട്ട് പരിഗണിക്കേണ്ടത്. ഇവിടെ ഗസ് എന്ന് പറയുന്നത് ദ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മളൊരു എമൗണ്ട് ഇത്ര ഇൻട്രസ്റ്റ് ആകുമെന്ന് അസ്യൂം ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഗസ് എന്ന് പറയുന്നത്. ഇതും ഓപ്ഷനിലാണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ ഗസ് വാല്യൂ കൊടുക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇത്രയും 6 പാരാമീറ്റേഴ്സാണ് റേറ്റ് ഫംഗ്ഷനുള്ളത്. ആ ക്രമത്തിൽ തന്നെ എല്ലാ പാരാമീറ്റേഴ്സും സിൻടാക്സ് നൽകേണ്ടതുണ്ട്. സോ ഈക്വൽ ടു റേറ്റ് ബ്രാക്കറ്റിൽ NPR, PMT, PV, FV, ടൈപ്പ്, ഗസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ലോണിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവിടെ NPR മന്തായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മന്ത്ലി റേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്കൊരു എക്സാമ്പിളിലോട് കൂടുതൽ വിശദമാക്കാം. റേറ്റ് ഫംഗ്ഷൻ്റെ ഉദാഹരണമായിട്ട് എ ട്രേഡർ ടുക്ക് എ കാർ ലോൺ ഓഫ് ₹10 lakhs ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 5 years. ഇവിടെ ഒരു കാർ ലോണാണ് കച്ചവടക്കാരൻ എടുത്തിട്ടുള്ളത്. 10 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തിട്ടുള്ളത്. 5 വർഷ കാലാവധിക്കുള്ള ലോണാണ്. ഇതിൻ്റെ മന്ത്ലി റീപേയ്മെൻറ്റ് ഓരോ മാസവും തിരിച്ചടവ് നടത്തേണ്ടത് 23,000 രൂപയാണ്. കാൽക്കുലേറ്റ് ദ ഫോളോവിങ് യൂസിങ് ദ റേറ്റ് ഫംഗ്ഷൻ. റേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറയുന്നുണ്ട്. ദ മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലോൺ. ഈ ലോണിൻ്റെ മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ദെൻ ദ ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദ ലോൺ. ഇപ്പം മന്ത്ലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് ഇയർലി ഇൻട്രസ്റ്റ് ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പാരാമീറ്റേഴ്സായിട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ NPR എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് കാലയളവാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യം നമുക്ക് മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് NPR എങ്ങനെ പ്രതിപാദിക്കണം? മാസങ്ങളായിട്ട്. അപ്പോൾ 5 വർഷത്തെ നമുക്ക് എന്താണ് മാസങ്ങളാക്കുമ്പോൾ 60 കിട്ടും. അത് B1 എന്ന് പറയുന്ന സെല്ലിൽ നമുക്ക് 60 നൽകാം NPR ആയിട്ട്. ദെൻ അടുത്തായിട്ട് PMT ആണ്. തിരിച്ചടവ് നടത്തേണ്ടത് മാസം 23,000 ആണ്. അപ്പോൾ അത് തിരിച്ചടവായതുകൊണ്ട് മൈനസ് ആയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ -23,000 ആണ് അവിടെ PMT ആയിട്ട് B2 നൽകുന്നത്. ദെൻ അടുത്തായിട്ട് PV ആണ്. PV എന്ന് പറയുന്നത് ലോൺ എടുത്ത എമൗണ്ട് ആണ്. 10 ലക്ഷമാണ് ലോൺ എമൗണ്ട്, അതാണ് PV. FV എന്ന് പറയുന്നത് ലോൺ മുഴുവനും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ 0 ആയിരിക്കും അവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ലോൺ കംപ്ലീറ്റ്ലി അടച്ചു തീർക്കുന്നു. അവിടെ ഓപ്ഷനിലാണ്, ഓട്ടോമാറ്റിക്കലി 0 അവിടെ വന്നുകൊള്ളും. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. മറ്റൊന്നും തരാത്തത് കൊണ്ട്, ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു മാസം അവസാനമാണ് പേയ്മെൻ്റ് എന്ന്. ദെൻ അവിടെ ഗസ് വാല്യൂ നൽകേണ്ടതില്ല, അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആദ്യം മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ
B6 നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു റേറ്റ് ആദ്യം നൽകേണ്ടത് അവിടെ NBR ആണ് 60, ദെൻ PMD എന്ന് പറയുന്നത് -23,000 ആണ്, ദെൻ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ലോൺ എമൗണ്ട് ആണ് 10 lakhs ആണ്, അവിടെ തുടർന്ന് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ 0 ആയതുകൊണ്ട് 0 കൊടുക്കുന്നു, ടൈപ്പും 0 നമ്മൾ കൊടുക്കുന്നു. അതിന് പകരമായിട്ട് ഈ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, റെസ്പെക്റ്റീവ് സെല്ലുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെൽ റെഫറൻസ് ഉപയോഗിച്ചും എന്താണ് റേറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ B6 നമ്മൾ ഈക്വൽ ടു റേറ്റ് ബ്രാക്കറ്റ് സെൽ റെഫറൻസുകൾ കൊടുക്കുക. B1 എന്ന് പറയുന്നത് NBRനെ സൂചിപ്പിക്കുന്നു, B2 PMT ഉള്ളത്, B3 PV ഉള്ളത്, B4 ഫ്യൂച്ചർ വാല്യൂ FV ഉള്ളത്, ദെൻ ടൈപ്പ് B5. അപ്പോൾ അവ കോമയിട്ട് നൽകി നമുക്കെന്താണ് ഇതേ രീതിയിൽ കാൽക്കുലേഷൻ നടത്താൻ കഴിയും. ഒന്നുകിൽ വാല്യൂസ് ഡയറക്റ്റായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ സെൽ റെഫറൻസുകൾ കൊടുക്കുകയോ ചെയ്യാം. അവിടെ നമുക്ക് അങ്ങനെ ആകുമ്പോൾ മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുക 1.12% ആണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഇയർലി ഇൻട്രസ്റ്റ് ആക്കി മാറ്റണം. ഇയർലി ഇൻട്രസ്റ്റ് ആക്കാൻ എളുപ്പമാണ്, നമുക്കറിയാം 12 കൊണ്ട് ഗുണിച്ചാൽ മതി. മന്ത്ലി ഇൻട്രസ്റ്റിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇയർലി ഇൻട്രസ്റ്റ് ആകും. അപ്പോൾ അവിടെ ഫോർമുലയിൽ വരുന്ന മാറ്റം നോക്കുക, ഈക്വൽ ടു മന്ത്ലി ഇൻട്രസ്റ്റിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ B6 എന്നുള്ള സെൽ റെഫറൻസ് നമുക്ക് കൊടുക്കാം. അവിടെ അതിനെ 12 കൊണ്ട് B6 × 12 ഉപയോഗിച്ചാലും ഫോർമുല ഉപയോഗിച്ചാലും മതി. അപ്പോൾ അവിടെ റിസൾട്ട് എത്രയായിരിക്കും? 13.48% ആയിരിക്കും ഇയർലി ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ നമുക്ക് ആൻസർ ലഭിക്കുക. നിങ്ങൾക്കിവ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുക കൂടി ചെയ്യാം. ദെൻ നമ്മൾ മൂന്നാമതായിട്ട് കാണുന്ന കമ്മിംറ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ്. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ഒരു ലോണിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എത്രമാത്രമാണ്, നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എത്രമാത്രമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മിംറ്റ് ഉപയോഗിക്കുന്നത്. ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അതിൻ്റെ ചുരുക്കെഴുത്താണ് കമ്മിംറ്റ്, ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ദിസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ദ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓഫ് എ ലോൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. സിൻടാക്സ് ശ്രദ്ധിക്കുക. ഈക്വൽ ടു കമ്മിംറ്റ് ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് റേറ്റ്, NPR, PV, S, E, ടൈപ്പ്. അപ്പോൾ ഇവിടെയും റേറ്റ് പോലെ 6 പാരാമീറ്റേഴ്സ് തന്നെയാണ് കമ്മിംറ്റിലും ആവശ്യമായിട്ടുള്ളത്. റേറ്റ്, NPR, PV, S, E, ടൈപ്പ്. ഇവയാണ് 6 പാരാമീറ്റേഴ്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പീരിയോഡിക്കായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ്. അവിടെ NPR നമ്മൾ മാസങ്ങളായിട്ടാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റേറ്റും എന്തായിരിക്കണം? മാസങ്ങളായിട്ടുള്ള റേറ്റ് ആയിരിക്കണം, ഒരു മാസത്തേക്കുള്ള പലിശയായിരിക്കണം. NPR നമ്മൾ വർഷമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇയർലി ഇൻട്രസ്റ്റ് റേറ്റാണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും റേറ്റും NPRഉം ഒരേ മാനറിലുള്ളതായിരിക്കണം. അതായത് മന്ത്ലി ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മന്ത്ലി ആയിരിക്കണം, NPRഉം മാസങ്ങളായിട്ടായിരിക്കണം. നേരെ ഇയർ ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇയർ ആയിട്ടാണ് നൽകുന്നതെങ്കിൽ NPRഉം എന്തായിരിക്കണം? അവിടെ എത്ര വർഷം, എത്ര വാർഷിക തവണകളാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അവിടെ റേറ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ദെൻ NPR എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ് ആണ്, എത്ര മാസം അടവ് നടത്തണം. ദെൻ PV എന്ന് പറയുന്നത് നമ്മൾ കണ്ടു പ്രസൻറ്റ് വാല്യൂ ആണ്, അഥവാ ലോണിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണിത്. ദെൻ S എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാർട്ട് പീരീഡാണ്. അതായത് ഏത് വർഷത്തെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുവോ ആ വർഷത്തെ തുടക്ക മാസം എത്രയാണ്. ഇപ്പോൾ 1-ാം വർഷമാണെങ്കിൽ നമുക്കറിയാം അവിടെ തുടക്ക മാസം എന്ന് പറയുന്നത് 1-ാം മാസമാണ്. എന്നാൽ 2-ാം വർഷത്തെ ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിലോ അവിടെ തുടക്ക മാസം എന്ന് പറയുന്നത് 13-ാം മാസമാണ്. ലോൺ എടുത്തിട്ട് 13-ാമത്തെ മാസമാണ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. ഇനിയും തേർഡ് ഇയർ ആകുമ്പോഴോ തുടക്ക
മാസം എന്ന് പറയുന്നത് 25-ാം മാസമാണ്. അപ്പോൾ ആ രീതിയിലാണ് സ്റ്റാർട്ട് പീരീഡ് കൊടുക്കേണ്ടത്. ഏത് പീരീഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലോൺ എടുത്തിട്ട് എത്ര മാസങ്ങൾക്ക് ശേഷമുള്ള വർഷത്തെ ഇൻട്രസ്റ്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ബിഗിൻ ചെയ്യുന്ന മാസത്തിൻ്റെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. സ്റ്റാർട്ട് പീരീഡ്, പേര് സൂചിപ്പിക്കുന്ന പോലെ എസ് സ്റ്റാർട്ട് പീരീഡാണ്. എന്നാൽ ഇ എന്ന് പറയുന്നത് എൻഡ് പീരീഡാണ്. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ വർഷത്തെ അവസാന മാസം. ഇപ്പോൾ ലോൺ എടുത്തിട്ട് 1-ാം വർഷമാണെങ്കിൽ 12 അവസാന മാസം. എന്നാൽ ലോൺ എടുത്തിട്ട് 2ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലോ അവിടെ എൻഡ് ചെയ്യുന്നത് 24-ാം മാസത്തിലാണ്. അതുപോലെ അവസാനിക്കുന്ന 36-ാം മാസത്തിലാണ്. ആ രീതിയിലാണ് അവിടെ എൻഡ് പീരീഡ് അഥവാ ഇ നൽകേണ്ടത്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ റേറ്റിൽ പാരാമീറ്ററായിട്ട് ഉപയോഗിച്ച അതേ ടൈപ്പ് തന്നെയാണ്. അതായത് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ്. മാസം ആദ്യമാണോ മാസം അവസാനമാണോ നമ്മൾ ലോണിൻ്റെ തിരിച്ചടവ് അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പീരീഡിൻ്റെ എൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ മാസം അവസാനമാണെങ്കിൽ 0, മാസം ആദ്യമാണെങ്കിലോ 1 ആണ്. അതാണ് ടൈപ്പ് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ കൂടുതൽ വിശദമാക്കാം. കമ്മ്യൂണിറ്റി ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ട്രേഡർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് 5 lakhs. എ ട്രേഡർ അവൈൽഡ് എ ലോൺ ഓഫ് ₹5 lakh ഫ്രം എ ബാങ്ക് ഫോർ എ പീരീഡ് ഓഫ് 5 years. ഇവിടെ 5 വർഷ കാലാവധിക്കുള്ള ലോണാണ്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഇയർലി റേറ്റാണ് തന്നിരിക്കുന്നത്. 11.5% പലിശ നിരക്ക്. അത് ഇയർലി പലിശ നിരക്കാണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ഒരു അസംഷൻ കൂടെയുണ്ട്. എല്ലാ മാസവും അവസാനമാണ് അവിടെ റീപേയ്മെൻ്റ് എന്നുള്ള അസംഷൻ. അപ്പോൾ അവിടെ ടൈപ്പ് 0 ആയിട്ട് പരിഗണിക്കണമെന്നാണ് എൻ്റെ സൂചന. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 1-ാം വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഇനിയും 2-ാം വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ്, 2-ാം വർഷത്തെ മാത്രമായിട്ടുള്ള ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്, അതുപോലെ 3-ാം വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഇനി 5 വർഷത്തെ കൂടെ ആകെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഈ ലോണിന് ചാർജ് ചെയ്യുന്ന 5 വർഷത്തെ മൊത്തം പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കമ്മിറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ പാരാമീറ്റേഴ്സ് നോക്കുക. റേറ്റ് എന്ന് പറയുന്നത് അവിടെ 11.5% ഇയർലി ആണ്. നമുക്കറിയാം നമ്മൾ ഇവിടെ മന്ത്ലി ആണ്, 5 വർഷത്തേക്കുള്ള കാലയളവാണ്. അപ്പോൾ ഇവിടെ മന്ത്ലി ആണ് നമ്മൾ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇയർലി റേറ്റിനെ എന്ത് ചെയ്യണം, മന്ത്ലി റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം ബൈ ഡിവൈഡിങ് വിത്ത് 12. അപ്പോൾ 11.5% ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കുന്നു, മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കുന്നു. അവിടെ റേറ്റ് എന്ന് പറയുന്ന അപ്പോൾ 11.5%-നെ 12 കൊണ്ട് ഹരിക്കുന്നതാണ്. ദെൻ NPR എന്ന് പറയുന്നത് 5 വർഷം എന്ന് പറയുന്നത് മാസമാക്കുമ്പോൾ 60 മാസമാണ്. PV എന്ന് പറയുന്ന ലോൺ എമൗണ്ട് ആണ് 5 ലക്ഷം. ദെൻ S എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിലെയും സ്റ്റാർട്ടിംഗ് പീരീഡാണ്. ഇപ്പോൾ 1-ാം വർഷമാകുമ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡ് 1-ാം മാസമാണ്, അപ്പോൾ 1 ആണ്. എന്നാൽ സെക്കൻഡ് ഇയറിൻ്റെ തുടക്ക മാസം എന്ന് പറയുന്നത് 13-ാം മാസമാണ്. അതുകൊണ്ട് 2ാമത്തെ കേസിൽ ബിയിൽ 13 ആണ് എന്തായിട്ട് വരിക, സ്റ്റാർട്ട് വാല്യൂ ആയിട്ട് വരിക. ദെൻ 3-ാം വർഷത്തിൻ്റെ സ്റ്റാർട്ട് വാല്യൂ എന്ന് പറയുന്നത് 25-ാം മാസമാണ്. ഇനിയും 5 വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അവിടെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ S എന്ന് പറയുന്നത് 1 ആണ് ഡി കേസിലും. ഇനി നമുക്ക് എൻഡ് വാല്യൂ നോക്കാം, അതായത് ഈ കാൽക്കുലേഷൻ നടത്താം. ഇ എന്ന് പറയുമ്പോൾ എൻഡ് പീരീഡാണ്. അവിടെ 1-ാം വർഷത്തെ കേസ് ആകുമ്പോൾ അവസാനിക്കുന്ന 12-ാം മാസമാണ്, ഈ 12 ആണ്. 2ാമത്തെ കേസിൽ 2-ാം വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ എൻഡ് മന്ത് എന്ന് പറയുന്നത് 24 ആണ്. 3-ാം വർഷത്തിൻ്റെ എൻഡ് മന്ത് എന്ന് പറയുന്നത് 36 ആണ്. ഇനിയും അവിടെ 5 വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5-ാം വർഷം അവസാനമുള്ള മാസമാണ് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 60-ാം മാസമാണ് 5-ാം വർഷത്തെ അവസാന മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ 60 ആണ് ഈ ആയിട്ട് പരിഗണിക്കേണ്ടത്. ഇനി ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ മാസത്തിൻ്റെ അവസാനമാണ് പേയ്മെൻ്റ് എങ്കിൽ 0 ആണ്. അതുകൊണ്ട് 0 എടുത്തിരിക്കുന്നു.
അവിടെ നമുക്ക് ആദ്യത്തെ കാൽക്കുലേഷൻ നടത്തി നോക്കാം. അതായത് ഒന്നാം വർഷത്തെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്. അപ്പോൾ ഈക്വൽ ടു കമ്മിറ്റ് 11.5% ഡിവൈഡ് ബൈ 12. അപ്പോൾ അവിടെ മന്ത്ലി റേറ്റ് ആണ് കൊടുത്തത്, NPR 60 ആണ്. PV എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ദെൻ സ്റ്റാർട്ട് മന്ത് 1ഉം എൻഡ് മന്ത് 12ഉമാണ്. ദെൻ മാസം അവസാനമാണ് പേയ്മെൻറ്റ്, അതുകൊണ്ട് 0. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് ഒന്നാം വർഷം നമ്മൾ അടയ്ക്കേണ്ട ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 53,447.46 ആണ്. അത് മൈനസ് ആവാൻ കാരണം റീപേയ്മെൻറ്റ് ആയതുകൊണ്ടാണ് മൈനസ് ആയിട്ട് കാണിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷനിൽ സെക്കൻഡ് ഇയറിലെ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്യുമുലേറ്റീവ് പേയ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യുമുലേറ്റീവ് അവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു കമ്മിറ്റ്, അവിടെ റേറ്റ് എന്ന് പറയുന്നത് 11.5% ഡിവൈഡ് ബൈ 12, അവിടെ 60 തന്നെയാണ്, ലോൺ എമൗണ്ടിൽ മാറ്റമില്ല. എന്നാൽ സ്റ്റാർട്ട് മന്ത് സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് 13-ാം മാസമാണ് സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് മന്ത് എന്ന് പറയുന്നത് 24 ആയിരിക്കും. അപ്പം S13ഉം E24ഉമാണ്. ദെൻ അവിടെ ടൈപ്പ് 0 ആണ്, ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടാം വർഷത്തെ പലിശയുടെ എമൗണ്ട് ലഭിക്കും 43,927.61. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്ന മൂന്നാം വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. അവിടെ മറ്റൊന്നിലും മാറ്റമില്ല, നമുക്കറിയാം. അവിടെ സ്റ്റാർട്ട് പീരീഡിലും എൻഡ് പീരീഡിലും, അതായത് എസ്സിലും ഇയിലും മാത്രമേ മാറ്റമുള്ളൂ. അവിടെ മൂന്നാം വർഷമായതുകൊണ്ട് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന 25-ലായിരിക്കും, എൻഡ് ചെയ്യുന്ന 36-ലായിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാം വർഷത്തെ പലിശ കിട്ടും 33,253.39. അവിടെ നമുക്കറിയാം പലിശ കുറഞ്ഞു വരുന്നു, കാരണം അവിടെ ലോൺ അടവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ പലിശ കുറഞ്ഞു വരും. ദെൻ അവസാനമായിട്ട് ഈ 5 വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്, 5 വർഷം കൊണ്ടുള്ള ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റേറ്റ് മാറ്റമില്ല, ദെൻ പീരീഡും മാറ്റമില്ല, NPR മാറ്റമില്ല, ലോൺ എമൗണ്ടും മാറ്റമില്ല. എന്നാൽ ഇവിടെ 5 വർഷത്തേക്കുള്ളതായതുകൊണ്ട് സ്റ്റാർട്ട് മന്ത് എന്ന് പറയുന്ന 1-ാം മാസമാണ്. അതുകൊണ്ട് S1 കൊടുത്തു. ഈ 5-ാം വർഷം അവസാനമുള്ളത് 60-ാം മാസമാണ്, അതുകൊണ്ട് ഈ 60 കൊടുത്തു. അവിടെ മന്ത് എൻഡിലാണ് പേയ്മെൻറ്റ്, അതുകൊണ്ട് ടൈപ്പ് 0 നൽകി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 5 വർഷം കൂടെ ആകെ അടയ്ക്കേണ്ടതായിട്ടുള്ള പലിശ 1,59,778.22 എന്ന് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് PV എന്നുള്ള ഫംഗ്ഷനാണ്. PV നമുക്കറിയാം, പ്രസൻറ്റ് വാല്യൂ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴുള്ള മൂല്യം. ഭാവിയിൽ നമുക്ക് ഒരു നിശ്ചിത തുക കിട്ടാൻ വേണ്ടിയിട്ട് തവണകളായിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ ഇപ്പോഴുള്ള മൂല്യം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് PV ഉപയോഗിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് മണി നീഡഡ് ടു ബി ഇൻവെസ്റ്റഡ്. ഇപ്പോൾ എത്ര തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഓർ സർട്ടൈൻ നമ്പർ ഓഫ് പീരീഡ്സ് അറ്റ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ടു റിസീവ് എ സ്പെസിഫിക് എമൗണ്ട്. അപ്പോൾ ഒരു നിശ്ചിത വർഷം കഴിയുമ്പോൾ ഒരു നിശ്ചിത തുക നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് തവണകളായിട്ട് നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം. ഈക്വൽ ടു PV, പാരാമീറ്റേഴ്സ് റേറ്റ്, NPR, PMT, FV, ടൈപ്പ്. 5 പാരാമീറ്റേഴ്സാണ് PV ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. NPR നമുക്കറിയാം, നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ് ഇൻ മന്ത്സ് ആണ്. ദെൻ PMT ഓരോ മാസവും അടയ്ക്കേണ്ട തവണയുടെ തുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, പലിശയും മുതലും കൂടെ ചേർന്ന തുകയാണത്, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച് പീരീഡ്. അത് പേയ്മെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ഫിഗറായിട്ടാണ് നൽകുക. ദെൻ
FV എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്, നമുക്കറിയാം. അത് സാധാരണ ഓപ്ഷനിലാണ്, 0 ആയിട്ടാണ് എടുക്കാറുള്ളത്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അത് മാസം അവസാനമാണോ ആദ്യമാണോ എന്നുള്ളതാണ് ടൈപ്പ് ഉദ്ദേശിക്കുന്നത്. മാസം അവസാനമാണെങ്കിൽ 0, മാസം ആദ്യമാണ് പേയ്മെൻ്റ് എങ്കിൽ 1. ഇതും ഓപ്ഷനിലാണ്. അവിടെ നമ്മൾ നൽകുന്നില്ലെങ്കിൽ 0 ഓട്ടോമാറ്റിക്കലായിട്ട് പരിഗണിക്കുന്നതാണ് ഡിഫോൾട്ട് വാല്യൂ ആയിട്ട്. ഒരു എക്സാമ്പിളിലൂടെ കൂടുതൽ വിശദമാക്കാം. എ പേഴ്സൺ സ്റ്റാർട്ടഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓരോ മാസവും നിശ്ചിത തുക അടയ്ക്കുന്ന രീതിയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിലുള്ളത്. അപ്പോൾ ഒരാൾ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ആരംഭിക്കുന്നു. 2500 ഓരോ മാസവും അടച്ചുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തേക്ക് അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷമാണ് ആ റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി. അവിടെ 8.5% പലിശ പ്രതിവർഷം അയാൾക്ക് ഓഫർ ബാങ്കിൽ നിന്നുണ്ട്. അല്ലെങ്കിൽ ആ റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് വാർഷിക പലിശ നിരക്ക് 8.5%. 8.5% പലിശ പ്രതിവർഷം ആ റെക്കറിംഗ് ഡെപ്പോസിറ്റിന് ലഭിക്കുന്നുണ്ട്, ബാങ്ക് നൽകുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് യൂസിങ് ദ PV ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴുള്ള മൂല്യം എത്രയാണ്? അവിടെ PV ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് നമുക്കറിയാം. ഈക്വൽ ടു PV ആദ്യം കൊടുക്കേണ്ട റേറ്റ് ആണ്, NBR, PMT, FV, ടൈപ്പ്. അപ്പോൾ അവിടെ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം തന്നിരിക്കുന്ന ഇയർലി റേറ്റ് ആണ്, അതുകൊണ്ട് അതിനെ മന്ത്ലി ആക്കണം. 8.5% ഡിവൈഡഡ് ബൈ 12, NBR നമുക്കറിയാം 5 വർഷമാണ് കാലാവധി, അതുകൊണ്ട് 60 മാസം, മൈനസ് അടയ്ക്കേണ്ടത് പൈസ എത്രയാണ്? ഒരു തവണ അടയ്ക്കേണ്ടത് 2500 ആണ്. ദെൻ അടയ്ക്കേണ്ടത് മാസം അവസാനമായതുകൊണ്ട് 0. ടൈപ്പ് അവിടെ ഫ്യൂച്ചർ വാല്യൂ 0 ആണ്. ദെൻ ടൈപ്പ് 0 ആണ്. അവിടെ നമുക്ക് ലഭിക്കുക 1,21,852.96 ആയിരിക്കും ഇപ്പോഴുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം. നമ്മൾ 2500 വെച്ചിട്ട് ഇവിടെ 5 വർഷത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ മൂല്യം അതിൻ്റെ നോക്കുകയാണെങ്കിൽ 1,21,852.96 ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോർമുലയിൽ നേരെ തിരിച്ചെന്താണ് സെൽ റെഫറൻസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ഏരിയയിൽ നിന്നുള്ള ഒരു ലാബ് വർക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കമ്മിങ് ടു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാബ് വർക്കാണ്. ഇതിൻ്റെ പ്രൊസീജിയർ നന്നായിട്ട് മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ലാബ് വർക്കിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. മിസ്റ്റർ രാമകൃഷ്ണൻ intended to take a car loan of rupees 8 lakh for a period of 5 years. രാമകൃഷ്ണൻ എന്നയാൾ ഒരു കാർ ലോൺ 8 ലക്ഷത്തിൻ്റെ 5 വർഷ കാലാവധിയുള്ള ഒരു കാർ ലോൺ എടുക്കുകയാണ്. അവിടെ പലിശ നിരക്കെന്ന് പറയുന്നത് വാർഷിക പലിശ നിരക്കാണ് 9.5%. The bank insists to make a loan repayment at the end of each month. മാസം അവസാനം തിരിച്ചടവ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ cumulative interest to be paid on the loan for the entire loan period. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് എത്ര പലിശ അടയ്ക്കേണ്ടി വരും? ഈ കാർ ലോൺ 8 ലക്ഷം എടുക്കുമ്പോൾ എത്ര ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് 5 വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരും? അതോടൊപ്പം തന്നെ ഓരോ വർഷത്തെയും ബ്രേക്കപ്പും കാണിക്കാൻ പറയുന്നുണ്ട്. ഇയർലി ബ്രേക്കപ്പും നൽകാൻ പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് അടയ്ക്കേണ്ട ആകെ ഇൻട്രസ്റ്റും ദെൻ അതിൽ ഓരോ വർഷവും അടയ്ക്കേണ്ടത് എത്രയെന്നും അതിൻ്റെ ബ്രേക്കപ്പും കൂടെ ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ട ടൈറ്റിലുകൾ നൽകുക. ആദ്യത്തെ റോയിൽ A1 പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ ആ എ കോളത്തിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാരാമീറ്റർ എന്നുള്ള ഹെഡിങ് A1 കൊടുക്കുക. ദെൻ അതോടൊപ്പം തന്നെ ഈ തുടർന്ന് എ കോളത്തിൽ വിവിധ പാരാമീറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കറിയാം ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് റേറ്റ്, NBR, PV, S, E, ടൈപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള 6 പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. അത് A2 മുതൽ A7 വരെ കൊടുക്കാവുന്നതാണ്. ദെൻ തുടർന്ന് എൻ്റർ ദ ടൈറ്റിൽ തുടർന്നുള്ള കോളങ്ങൾക്ക്
ടൈറ്റിൽ നമുക്കിവിടെ 5 വർഷത്തേക്കുള്ളത് ബ്രേക്കപ്പും കാണിക്കണം, ടോട്ടലും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടോട്ടൽ എന്നുള്ള പാരാമീറ്ററിന് ശേഷം ബി കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് ടോട്ടൽ കൊടുക്കുന്നു. സി കോളത്തിൻ്റെ ടൈറ്റിലായിട്ട് ഇയർ 1, അടുത്തത് ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5 എന്നിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ നൽകുന്നു. അവിടെ നമുക്കറിയാം ഇയർ 1 കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സെല്ലുകളിലേക്ക് കറസ്പോണ്ടിങ് ഇയർ നമുക്ക് കൊടുക്കാൻ കഴിയും. ദെൻ മൂന്നാമതായിട്ട് കാൽക്കുലേറ്റ് ദ റേറ്റ്. ഇനി ആദ്യമായിട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് മന്ത്ലി റേറ്റ് ആക്കണം. അപ്പോൾ നൽകേണ്ട ഫോർമുല 9.5 ആണ് ഇയർലി പലിശ നിരക്ക്. അപ്പോൾ 9.5% ഡിവൈഡ് ബൈ 12 എന്നുള്ള ഫോർമുല കൊടുക്കുക റേറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ദെൻ ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതിനെ ഫോർമാറ്റ് ചെയ്യുന്നതും നല്ലതാണ്. ദെൻ തുടർന്ന് NBR കാൽക്കുലേഷനാണ്. NBR നമുക്കറിയാം അവിടെ 5 വർഷമാണ്. അപ്പോൾ 5 × 12 ആണ്. അതായത് 60 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അത് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് അത് കോപ്പി ചെയ്യുക. ദെൻ അടുത്തായിട്ട് ലോൺ എമൗണ്ട്. എല്ലാ കേസിലും ഒരേ ലോൺ എമൗണ്ടാണ്. അതുകൊണ്ട് 8 ലക്ഷം ഒന്നാമത്തെ കോളത്തിൽ നൽകിയതിന് ശേഷം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക മറ്റുള്ള കോളത്തിലേക്ക്. ദെൻ അതിനുശേഷം സ്റ്റാർട്ട് മന്ത്, ഓരോ കേസിലുമുള്ള സ്റ്റാർട്ട് മന്ത്. അപ്പോൾ ഒന്നാമത്തെ കേസിലുള്ള സ്റ്റാർട്ട് മന്ത് നമുക്കറിയാം അവിടെ 5 വർഷത്തേക്കുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവിടെ 1 സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഈ പറയുന്ന ഒന്നാം വർഷമാണെങ്കിൽ നമുക്കറിയാം 1 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ രണ്ടാം വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന 13 മൂന്നാം വർഷത്തെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 25 നാലാം വർഷത്ത് 37 അഞ്ചാം വർഷം ആരംഭിക്കുന്ന 49 ആ രീതിയിലാണ് അവിടെ എസ് എൻ്റർ ചെയ്യേണ്ടത്. അടുത്ത കോളത്തിൽ ഈ എൻഡ് മന്ത് കൊടുക്കാം. അപ്പോൾ 5 വർഷത്തേക്കാകുമ്പോൾ നമുക്കറിയാം 60 ആദ്യത്തെ കോളത്തിലെ എൻഡ് മന്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോളത്തിൽ ഒന്നാം വർഷത്തെ പലിശയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 12 ദെൻ രണ്ടാം വർഷത്തെ കാൽക്കുലേഷനിൽ എന്ന് പറയുന്നത് 24 മൂന്നാം വർഷത്തെ ആകുമ്പോൾ അത് 36 നാലാം വർഷം 48 അഞ്ചാം വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 60 ദെൻ ടൈപ്പ് നമുക്കറിയാം മന്ത് എൻഡിലായതുകൊണ്ട് 0 അവിടെ നൽകാവുന്നതാണ്. അത് കോപ്പി ചെയ്യുക മറ്റുള്ള കോളത്തിലേക്ക്. ഇനിയും അടുത്തായിട്ട് ഫോർമുല ഉപയോഗിച്ച് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അവിടെ ഈ രീതിയിൽ സെൽ റെഫറൻസ് കൊടുത്തുകൊണ്ട് ആ ഓരോ പാരാമീറ്റേഴ്സും കൊടുത്ത ഫസ്റ്റ് കേസ്, അതായത് ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് ആദ്യം എടുക്കുക. എന്നിട്ട് സെൽ റെഫറൻസ് കൊടുത്തുകൊണ്ട് കമ്മിറ്റ് കാൽക്കുലേഷൻ നടത്തി എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഫോർമുല മറ്റുള്ള ഒന്നാം വർഷത്തേക്കും രണ്ടാം വർഷത്തേക്കും ആ ബ്രേക്കപ്പിലേക്ക് കോപ്പി ചെയ്യുക. ഡ്രാഗ് ചെയ്താൽ മതി. ദെൻ ഒരു ഉചിതമായ പേര് കൊടുത്തിട്ട് ഫയൽ സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നടപടിക്രമമായിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക ഈ രീതിയിലായിരിക്കും. നമുക്ക് കമ്പ്യൂട്ടർ സഹായത്തോട് കൂടിയിട്ട് ഈ കമ്മിറ്റ് ഫംഗ്ഷൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ലാബ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം A1 എന്നുള്ള കോളത്തിൽ പാരാമീറ്റേഴ്സ് എന്ന് ഹെഡിങ് നൽകുക. B1-ൽ ഹെഡിങ് ടോട്ടൽ നൽകുക. തുടർന്ന് ഉള്ള കോളങ്ങളിൽ ഇയർ 1, ഇയർ 2, ഇയർ 3 എന്നിങ്ങനെ ഇയർ 5 വരെ നൽകാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള ഹെഡിങ്ങുകളിൽ ഇത്തരത്തിൽ നൽകുക. പാരാമീറ്റേഴ്സ് ടോട്ടൽ ഇയർ 1 നൽകി കഴിയുമ്പോൾ ആ ഇയർ 1-നെ ഡ്രാഗ് ചെയ്തിട്ട് ഇയർ 5 വരെ നമുക്ക് നൽകാവുന്നതാണ്. അതിനുശേഷം
ഇനി ഓരോ പാരാമീറ്റേഴ്സ് നൽകുകയാണ് വേണ്ടത്. നമുക്കറിയാം കമ്മിങ് ടു ഫംഗ്ഷനിലെ ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് അവിടെ റേറ്റ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു റേറ്റ് എന്ന് പറയുന്നത് മന്ത്ലി ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇയർലി റേറ്റ് ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്നത് 9.5% ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം ഇയർലി ആയിട്ട്. അപ്പോൾ അതിനെ മന്ത്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അവിടെ ഡെസിമൽ പോയിൻ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്കറിയാം ഫോർമാറ്റ് ചെയ്യുക. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ലിൽ പോയി ഡെസിമൽ പ്ലേസസ് 3 ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ നൽകുക. അവിടെ മന്ത്ലി റേറ്റ് എന്ന് പറയുന്നത് 0.008 എന്ന് നമുക്ക് ലഭിക്കുന്നു. ദെൻ രണ്ടാമത്തെ പാരാമീറ്റർ നമുക്കറിയാം NPR ആണ്. NPR കാലയളവാണെന്ന് നമുക്കറിയാം. കാലയളവ് അവിടെ വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത് 5. അതിനെ നമുക്ക് എന്താക്കണം, മാസങ്ങളാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈക്വൽ ടു B3യിൽ കൊടുക്കുക. ഈക്വൽ ടു അവിടെ 5 വർഷമാണ് കാലയളവ്. അപ്പോൾ 5 × 12 എൻ്റർ ചെയ്യുക. അപ്പോൾ 60 മാസമാണ് NPR എന്ന് പറയുന്നത്. ദെൻ അടുത്തായിട്ട് PV ആണ് നമുക്ക് വേണ്ട പാരാമീറ്റർ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ലോൺ എമൗണ്ട് ആണ്, 8 ലക്ഷമാണ്. 8 ലക്ഷം കൊടുക്കുക. ലോൺ എമൗണ്ട് 8 ലക്ഷമാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് മന്ത് ആണ്. അതായത് എസ് ആണ് സ്റ്റാർട്ട് മന്ത്. സ്റ്റാർട്ട് മന്ത് നമുക്കറിയാം അവിടെ 5 വർഷത്തേക്കുള്ള പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് മന്ത് 1 ആണ്. ദെൻ എൻഡ് മന്ത് എന്ന് പറയുന്നതാണ് അടുത്ത പാരാമീറ്റർ അത് 60 ആണ്. നമുക്കറിയാം 5-ാം വർഷം അവസാനം എന്ന് പറയുന്നത് 60-ാം മാസമാണ്. ദെൻ അവിടെ ടൈപ്പ് എന്ന് പറയുന്നത് ആണ് അടുത്തത്. നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് ടൈപ്പ്. ടൈപ്പ് നമുക്കറിയാം മന്ത് എൻഡിലാണ് പേയ്മെൻ്റ് എങ്കിൽ അവിടെ ടൈപ്പ് 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നൽകാനുള്ളത് പാരാമീറ്റേഴ്സായിട്ട്. ദെൻ തുടർന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുല ഈക്വൽ ടു കമ്മിറ്റ് പാരാമീറ്റേഴ്സ് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ആദ്യം റേറ്റ് ആണ് കൊടുക്കേണ്ടത്, റേറ്റ് കോമ, തുടർന്ന് NPR കൊടുക്കുക P3യിൽ. അടുത്തത് PV നൽകുക, കോമ ഇടുക. അടുത്തായിട്ട് സ്റ്റാർട്ട് മന്താണ് കൊടുക്കേണ്ടത്. ദെൻ തുടർന്ന് എൻഡ് മന്ത് കൊടുക്കുക. ദെൻ അവസാനമായിട്ട് ടൈപ്പ് B7ലുള്ള ടൈപ്പ് നൽകുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ നോക്കുക, നമുക്കൊരു എറർ മെസ്സേജാണ് കിട്ടുന്നത്. അതിന് കാരണം കോളം വിഡ്ത്ത് ആ സംഖ്യയെ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കോളം വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്കറിയാം മൈനസ് വാല്യൂ ആയിട്ടാണ് ഇൻട്രസ്റ്റ് കിട്ടുക. കാരണം പേയ്മെൻ്റ് ആണ്.
മൊത്തമായിട്ട് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,08,089 രൂപ ഇനി നമുക്ക് തുടർന്നുള്ള വർഷങ്ങളിലേക്കുള്ള ഇതിൻ്റെ ബ്രേക്കപ്പ്, ഈ 5 വർഷവും ഉള്ള ബ്രേക്കപ്പാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ ഡേറ്റ നമുക്ക് അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഇയർ 1, 2, 3, 4, 5 എന്നുള്ള ആ കാലയളവിലേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ക്രോസ് ചിഹ്നം വരുമ്പോൾ ഡ്രാഗ് ചെയ്യാൻ മറ്റുള്ള വർഷങ്ങളിലേക്ക്. അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കോപ്പി ചെയ്യാൻ കഴിഞ്ഞു. NPRഉം അതുപോലെ കോപ്പി ചെയ്യുക, മറ്റുള്ള ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം PV എന്ന് പറയുന്ന എല്ലാ കേസിലും ഒന്ന് തന്നെയാണ്. ഇത് ഫോർമുല അല്ലാത്തതുകൊണ്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്യുക, ദെൻ തുടർന്നുള്ള ഏരിയ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ദെൻ അതുപോലെ സ്റ്റാർട്ട് വാല്യൂ ഓരോ കേസിലും വ്യത്യസ്തമാണ്, അത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇയർ 1 ആകുമ്പോഴും അവിടെ നമുക്കറിയാം 1 ആണ്. ദെൻ 2-ാം വർഷം 13 ആണ്. 3-ാം വർഷത്തെ സ്റ്റാർട്ട് മന്ത് എന്ന് പറയുന്നത് 25 ആണ്. ദെൻ 4-ാം വർഷം ആകുമ്പോൾ അത് 37 ആണ് സ്റ്റാർട്ടിങ് മന്ത്. അത് 36-ലാണ് 3-ാം വർഷം അവസാനിക്കുന്ന മാസം. ദെൻ 4-ാം വർഷം തുടങ്ങുന്നത് 37-ാം മാസത്തിലാണ്. ദെൻ 5-ാം വർഷം ആരംഭിക്കുന്നത് 48 49-ാം മാസത്തിലാണ്. 49 കൊടുക്കുക. അതുപോലെ എൻഡ് മന്ത് കൊടുക്കുക. ആദ്യ വർഷം എൻഡ് ചെയ്യുന്നത് 12-ാം മാസത്തിലാണ്. 2-ാം വർഷം എൻഡ് ചെയ്യുന്നത് 24-ലാണ്. അടുത്തത് 36-ലാണ്. അടുത്തത് നമുക്കറിയാം 4-ാം വർഷം 48-ലാണ് അവസാനിക്കുന്നത്. 5-ാം വർഷം അവസാനിക്കുന്നത് 60-ലാണ്. ഈ രീതിയിൽ എൻഡ് മന്ത് കൊടുത്തു. ദെൻ ഇനി നമുക്ക് ടൈപ്പ് എല്ലാ കേസിലും ഒരുപോലെയാണ്. അപ്പോൾ ടൈപ്പ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ഏരിയ സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാൽക്കുലേഷൻ നടത്തിയതുകൊണ്ട് അത് ഡ്രാഗ് ചെയ്താൽ തുടർന്നുള്ള മന്ത്ലി ബ്രേക്കപ്പ് നമുക്ക് ലഭിക്കും. ഡ്രാഗ് ചെയ്യുക അത്. അപ്പോൾ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് നമുക്ക് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് നമുക്കിവിടെ ലഭിച്ചു. ആകെ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റാണ് അവിടെ നമുക്ക് B8-ൽ ആദ്യം ലഭിച്ചത്. അതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ഓരോ വർഷത്തെയും ബ്രേക്കപ്പ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ രീതിയിലാണ് കമ്മ്യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർ ഈ ലാബ് വർക്ക് ചെയ്തു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. തുടർന്നുള്ള ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.